ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മെൻറ്റർ ആൻഡ് എഫെക്സ് മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനെ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് നാളത്തെ സെക്ഷനിലോട്ട് നമുക്ക് നാളത്തെ ഫ്രൈഡേ ലാസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ ഇന്ന് സെൻസസിൻ്റെ എക്സ്പയറിയും കൂടെ ആയിരുന്നു. ഒരുപാട് പേര് സീറോ ടു ഹീറോ ആയ ദിവസമായിരിക്കും ഇന്ന് നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാനൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അല്ലേ. ഐ ഡ്രോ എ ട്രെൻഡ് ലൈൻ, ഇത് റെഡ് ലൈൻ ലാസ്റ്റ് വീഡിയോയിലുണ്ട്. ഈ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ അറിയാം. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഒരു സ്കാൽപ്പ് ട്രേഡൊക്കെ ചെയ്യാം. 24,100 അല്ലെങ്കിൽ ആ റേഞ്ച് വരെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് നിങ്ങൾക്ക് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിഫ്റ്റി താഴോട്ട് വീണു. സോ നമുക്ക് രാവിലത്തെ തന്നെ നോക്കിയാൽ മനസ്സിലാവും, നിഫ്റ്റി നല്ലൊരു ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് 24,400 എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു മേജർ OA അല്ലെങ്കിൽ ഒരുപാട് കോൾ റേറ്റിംഗ് ഉള്ള ഒരു സ്പോട്ടാണ് 24,400. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിഫ്റ്റി അത്യാവശ്യം ഒരു 15 മിനിറ്റ്സോട് വരെ അവിടെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ നമ്മളിത് 5 മിനിറ്റ്സ് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു 1 മിനിറ്റൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റി കുറേ നേരം ശ്രമിച്ചു. രാവിലെ 9:15 മുതൽ ഏകദേശം ഒരു 15 മിനിറ്റ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിഫ്റ്റി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് കണ്ടിന്യൂസ് വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല നിഫ്റ്റിക്ക്. ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സഡൻ അവിടുന്ന് ബയേഴ്സ് അതിൽ ഫെയിലാവുകയും അവിടുന്ന് പെട്ടെന്ന് നിഫ്റ്റി താഴോട്ടൊരു ഫാൾ വരികയാണ് ചെയ്തത്. താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് ഈ 24,269 ഈ ഒരു ഹൈ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സെല്ലർ കുറേ നേരം ശ്രമിച്ചു. അതും നമുക്ക് നോക്കിയാൽ കാണാം, 5 മിനിറ്റ്സിലേക്ക് ഇട്ട് നോക്കി കാണാം. ഏകദേശം ഒരു 9:55 മുതൽ ഏകദേശം ഒരു 11:30 വരെ ഒരു 1-2 ഹവേഴ്സ് സെല്ലർ ഈ ഒരു സ്പോട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്കിവിടെ കാണാം ചെറിയ ക്യാൻഡിൽസ്, അതായത് ബയറും സെല്ലറും തമ്മിലുള്ള ആ ഒരു പുഷ് മുകളിലോട്ടും താഴോട്ടുമുള്ള ആ ഒരു ഫൈറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. നോക്കിയാൽ അറിയാം, അപ്പർ വിക്സ് ഒരുപാടുള്ള ക്യാൻഡിൽസ്. അപ്പർ വിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിംഗ് പവർ മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരുപാട് ക്യാൻഡിൽസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. സോ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 11:30ക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത വോളിയം നമ്മൾ നോക്കിയാൽ 5 മിനിറ്റ്സിലൊക്കെ നോക്കിയാൽ നമുക്കത് നന്നായിട്ട് കാണാൻ കഴിയും. നല്ല ഹ്യൂജ് വോളിയത്തോടുകൂടി അത് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ വന്നു, ഒരു ഹ്യൂജ് വോളിയത്തോടുകൂടി അത് ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ ഓപ്പൺ ഇസിക്കൽ ഹൈ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി നിഫ്റ്റി നേരെ താഴോട്ട് ഫാൾ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, 24,100 ഒബ്വിയസ്ലി 24,100 ഒരു റൗണ്ട് നമ്പറാണ്. ആൻഡ് അവിടെ ഒരു OI സപ്പോർട്ടുള്ള, അതായത് പുട്ട് റൈറ്റേഴ്സ് ഉള്ള ഒരു ഏരിയയും കൂടെ ആയതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ട് നിഫ്റ്റി കറക്റ്റ് ലെവലിൽ റെസ്പെക്റ്റ് ചെയ്ത് അവിടെ വന്ന് ക്ലോസ് ആവുകയാണ് ചെയ്തത്. ഇതാണ് ഇന്ന് നടന്ന കാര്യം. ഓക്കെ, സോ നമ്മൾ നാളത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് നാളെ 24,269 ഈ ഒരു ഹൈയുടെ മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യണം. നമുക്കൊരു ബുള്ളിഷ് ട്രേഡ് വരണമെങ്കിൽ ഈ ഒരു ഹൈയുടെ മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഹൈയുടെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 24,400 വരെ ഒരു ട്രേഡ് മുകളിലോട്ട് ചെയ്യാം. ഓക്കെ, സോ താഴോട്ട് നമ്മൾ ഈ റേഞ്ചിൽ എന്തായാലും ട്രേഡ് ചെയ്തില്ല. താഴോട്ട് വന്നാൽ 24,100 വീണ്ടും സപ്പോർട്ടായിട്ട് മാറും. ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് മുകളിലോട്ട് കയറുന്നുണ്ട്. സോ നമുക്ക് നാളെ വീണ്ടും ഒരു ചെറിയ ഗ്യാപ്പ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലെവലിൻ്റെ മുകളിൽ കയറുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് നമുക്ക് മുകളിലോട്ടുള്ള ട്രേഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം ഗ്രീനിലാണ്. കണ്ടോ, ഡൗ ജോൺസ്, S&P, നാസ്ഡാക്ക്, ചൈന, ഈ മാർക്കറ്റൊക്കെ ക്ലോസ് ആണ്. സോ നമ്മുടെ മാർക്കറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ മാർക്കറ്റും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സംതിങ് ലൈക്ക് നടന്നതാണ്. കാരണം മാർക്കറ്റ് ഇത്രയും ദിവസം ഇവിടുന്ന് ബൈ ചെയ്ത് വെച്ചവരും താഴേന്ന് ബൈ ചെയ്ത് വെച്ചവരൊക്കെ പ്രോഫിറ്റ് അവർക്ക് എന്തായാലും ബുക്ക് ചെയ്യണമല്ലോ. സോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു, ആ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. സോ നാളെ ഒബ്വിയസ്ലി തിരിച്ച് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് കയറുകയാണെങ്കിൽ വീണ്ടും ബൈയിങ് നടക്കും. നമ്മുടെ ട്രെൻഡ് എങ്ങോട്ടാണ്? നമ്മുടെ ട്രെൻഡ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മുടെ ട്രെൻഡ് അപ്പ് ട്രെൻഡാണ്. നമ്മൾ വീണ്ടും മുകളിലോട്ടുള്ള ട്രേഡ്സ് കൂടുതൽ നോക്കും. സോ നമ്മളിന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡ്സ് ഏതാണ്?
നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡ്സ് ഏഷ്യൻ പെയിൻറ്റ്സ് ആയിരുന്നു. ഏഷ്യൻ പെയിൻറ്റ്സ് നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലെവലിൽ തന്നെ പോയി മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 13 പോയിൻറ്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നാളത്തേക്കുള്ള ജുബിലിയൻ ഫുഡ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അവർ രാവിലെ മൂവ് ചെയ്തു, അതും പ്രോഫിറ്റ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. PA ഇൻഡസ്ട്രിയൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും പ്രോഫിറ്റ് തന്നെയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിലല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ചെക്ക് ചെയ്ത് അവിടെ കിട്ടും ഇതെല്ലാം. സോ ടാറ്റ പവർ ഇന്നലെയും നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ടാറ്റ പവർ ഇന്നലെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ ട്രേഡ് ചെയ്തത് LICI ലോം ഇതിനകത്തായിരുന്നു. LIC. ഓക്കെ, ഇത് നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് നല്ലൊരു മൂവ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നാളെ നമുക്ക് ഇതേപോലത്തെ ട്രേഡ്സൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ കൊടുക്കാം. ഇന്ന് ഒരു ട്രേഡേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഫോളോ ചെയ്യാൻ പ്രോപ്പർ ഡിസിപ്ലിൻ. അൺവാണ്ടഡ് ആയിട്ട് ഒരു ട്രേഡ്സ് നമ്മൾ കൊടുക്കത്തില്ല. നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോപ്പർ ടെക്നിക്കൽ അനാലിസിസും പ്രോപ്പർ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു സെറ്റപ്പ് കിട്ടിയാൽ മാത്രമേ ട്രേഡ് കൊടുക്കത്തുള്ളൂ. നോ ഓവർ ട്രേഡ്സ്. ഒരു ട്രേഡേ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുക്കത്തുള്ളൂ. ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 100 ട്രേഡ്സ് ഞാൻ എൻ്റെ മാർക്കറ്റിൽ കണ്ടാലും ഞാൻ ട്രേഡ് ചെയ്യത്തില്ല. അതെൻ്റെ ഡിസിപ്ലിനാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിലും. ആ ഗ്രൂപ്പിലും നമ്മൾ ഒരു ട്രേഡ് മാത്രമേ കൊടുക്കത്തുള്ളൂ. ആ ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി അല്ല, എന്ത് മാർക്കറ്റ് നമ്മുടെ ഏത് സ്റ്റോക്ക് മൂവ്മെൻറ്റ് ചെയ്താലും നോ ട്രേഡ്സ്. ഓക്കെ, ഓൺലി 1 ട്രേഡ്, അത് പ്രോഫിറ്റ് ആണെങ്കിൽ ക്ലോസ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ട്രേഡ് മാത്രം തരുന്നത്. ഒരു ട്രേഡേ ഞാൻ ചെയ്യാറുള്ളൂ. ഓക്കെ, ഒരു ട്രേഡേ ഞാൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഈ മാസം ഒരു സിംഗിൾ ലോസ് മാത്രമാണ് വന്നിട്ടുള്ളത്. ബാക്കി ഓൾ ആർ ഇൻ പ്രോഫിറ്റ്. സോ അങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് നമുക്ക് നമ്മുടെ P&L നോക്കാം. സോ നാളെ ലെവൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 24,269 മുകളിൽ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുള്ളിഷ് ആയിരിക്കും. ഈ ഒരു ട്രേഡ് ഈ ഒരു സോണിൽ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. 24,100 താഴെയാണ് നമ്മൾ ക്ലോസ് വരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി നമുക്ക് ഒരു ട്രേഡ് ചെയ്യാം. താഴോട്ട് 24,000 ഒരു മേജർ സപ്പോർട്ടാണ്. അവിടെ എന്തായാലും ഒരു ടാർഗറ്റ് ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് മാർക്കറ്റ് വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും. സോ ഇതാണ് നാളത്തെ ലെവൽസ്. നമ്മുടെ സിങ്ക് സ്റ്റോക്സ് നാളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഗ്രൂപ്പിൽ. ഈ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. ലിങ്ക് താഴെ കൊടുത്തേക്കാം. സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.